റൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് സോറി പറയാണ്. കഴിഞ്ഞ ക്ലാസിന്റെ റെക്കോർഡിങ്സ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടിയും കഴിഞ്ഞ ക്ലാസ്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്പീഡിൽ പറയും. അപ്പൊ അത് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് കേട്ടവരാണെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ ഇത് കാണുക. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആംഗ്ലോ മറാത്ത വാർ, സെക്കൻഡും തേർഡും മറാത്ത വാർ, അതേപോലെ തന്നെ സിന്ധും ഈ സിക്കും ഇതിന്റെ അനക്സേഷനുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ശ്രീലക്ഷ്മി ഗുഡ് ആഫ്റ്റർനൂൺ. അതുകൊണ്ട് വൺസ് അഗെയിൻ ഞാൻ ഒന്നും കൂടി പറയാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർക്ക് ഈ ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ആംഗ്ലോ വാർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ആംഗ്ലോ മറാത്ത വാർ അല്ലെ. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്. യു ഹാവ് ടു റീകോൾ ബർബായ് കോൺസ്പിറസി കാര്യങ്ങൾ അല്ലെ. കഴിഞ്ഞ റെക്കോർഡിങ്സിന്റെ കറണ്ട് പോയത് കൊണ്ട് തന്നെ അവസാനത്തെ 10-15 മിനിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിടുകയാണ് ചെയ്തത്. ഐ തിങ്ക് നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ലെക്ചർ 3. ഓക്കെ, ബിക്കോസ് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇസ് എ കണ്ടിന്യൂഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മാത്രമേ അടുത്ത ക്ലാസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് യു മീൻ ബൈ സ്കോർച്ച്ഡ് എർത്ത് പോളിസി? സ്കോർച്ച്ഡ് എർത്ത് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവ് മീ ദി ആൻസർ. സ്കോർച്ച്ഡ് എർത്ത് പോളിസി. ക്ലാസ് പ്രോപ്പറായി കണ്ടവർക്ക് ഉത്തരം പറയാൻ പറ്റും. സ്കോർച്ച്ഡ് എർത്ത് പോളിസി. Give me the answer. Scorched earth policy. ആരെങ്കിലും അറിയില്ല? അതായത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, സ്കോർച്ച്ഡ് എർത്ത് പോളിസി ഒരു ടേം ആണ്. പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേം ആണ്. മറാത്താസിന്റെ, യെസ്, മുനവ്വിർ KV മറാത്താസിന്റെ അല്ലെ, എനിമി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യുന്ന. യെസ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഫുഡ് എക്സെട്ര. യെസ്, വെരി ഗുഡ് അല്ലെ. നമ്മൾ വേൾഡ് വാറിലൊക്കെ കണ്ടുവരുന്ന ഒരു പോളിസിയാണ് അല്ലെ. അത് മറാത്ത അവരുടെ യുദ്ധത്തിൽ അവരത് നടപ്പാക്കി അല്ലെ. സ്കോർച്ച്ഡ് എർത്ത് പോളിസി, അതായത് എനിമിയിലെ ആർമീസ് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് അവിടെയുള്ള റിസോഴ്സസ് മുഴുവനും നശിപ്പിക്കുക അല്ലെ. കുടിവെള്ളം ഉണ്ടെങ്കിൽ അത് പോയിസൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റിൽസും അല്ലെ അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ സാധനങ്ങളൊക്കെ ഫുൾ നശിപ്പിക്കുക അല്ലെ. അങ്ങനെ മൊത്തത്തില് ഈ കയറി വരുന്ന എനിമിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ആക്കി വെക്കുക. അതോടുകൂടി വരുന്ന എനിമീസ് അല്ലെങ്കിൽ വരുന്ന രാജ്യത്തിലെ കൺട്രീസിലെ സോൾജേഴ്സ് അവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ. ബിക്കോസ് ഫുഡും വാട്ടറും ഇല്ലെങ്കിൽ കഴിഞ്ഞു. ഒരു മനുഷ്യന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് സ്കോർച്ച്ഡ് എർത്ത് പോളിസി. അത് യൂസ് ചെയ്തിട്ടുള്ള വാറാണ് മറാത്ത, ഫസ്റ്റ് മറാത്ത വാർ. ഓർത്തിരിക്കാം, മേ ബി പ്രിലിംസിന് ചോദിക്കാം. ഒരു റയർ ഫാക്ട് ആണ്. സോ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലോർഡ് വെല്ലസ്ലി കം ടു ഇന്ത്യ ഇൻ 1798 അല്ലെ. ലോർഡ് വെല്ലസ്ലി ഇന്ത്യയിലേക്ക് വരികയാണ് പുതിയ ഗവർണർ ആയിട്ട്. ഫോളോഡ് ദ പോളിസി ഓഫ് സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് എന്നുള്ള കാര്യം, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു രാജ്യത്തിനെ അല്ലെ പല രീതിയിൽ നമുക്ക് ഒരു പ്രൊവിൻസിനെ നമ്മുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഒന്നിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അനക്സ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പോവാ, യുദ്ധം ചെയ്യുക, അനക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പോളിസീസ് യൂസ് ചെയ്തിട്ട് ആ പ്രൊവിൻസിനെ നമ്മുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അതിലെ ഒരു പോളിസിയാണ് സബ്സിഡറി അലയൻസ്. ഈ സബ്സിഡറി അലയൻസ് സൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ പ്രൊവിൻസുകളും പിന്നീട് ബ്രിട്ടന്റെ അല്ലെ അതിന്റെ ഡോമിനൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ വെല്ലസ്ലി കം ടു ദ ഫോളോയിങ് പോളിസി ഓഫ് സബ്സിഡറി അലയൻസ് അല്ലെ. സബ്സിഡറി അലയൻസിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിലിറ്ററി പെർമനന്റ് സെറ്റിൽമെന്റ് ആ പ്രൊവിൻസിൽ ഉണ്ടാവും അല്ലെ. നിങ്ങൾ വേറെ യൂറോപ്യൻ ഫോഴ്സിനെ അലോ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. സബ്സിഡറി അലയൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ കേട്ടോ. സബ്സിഡറി അലയൻസ് ഓഫ് വെല്ലസ്ലി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഓഫ് ഡൽഹൌസി, ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. എന്നിരുന്നാലും സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നതിന്റെ ബേസിക് നിങ്ങൾക്ക് അറിയായിരിക്കും.
Earlier, Maratha Empire used to refuse it, but the internal conflict between Marathas എന്ത് ചെയ്തു ഈ വെല്ലസ്ലിയിലെ ട്രാപ്പിലേക്ക് പോയി അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം മറാത്താസ് 5 ക്ലാൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, 5 ഗ്രൂപ്പ്. പേഷ്വാസ് ഓഫ് പൂനെ, ബോൺസ്ലെ ഓഫ് നാഗ്പൂർ, സ്കിന്ധ്യ, ഹോൾക്കർ ആൻഡ് ഗേക്വാഡ് അല്ലെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇവർ തമ്മിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ കോൺഫ്ലിക്റ്റുകളിൽ യുദ്ധം നടക്കുമ്പോൾ പോലും ഇവർ ഒരുമിച്ച് നിന്നിട്ടില്ല അല്ലെ, നമുക്കത് പറയാം. സോ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെ, അവർ തമ്മിലുള്ള ഒരു ഇന്റേണൽ പ്രശ്നം എന്ത് ചെയ്തു അവസാനം വെല്ലസ്ലിയിലെ ഈ ട്രാപ്പിലേക്ക് വരുന്നു. അങ്ങനെ ട്രീറ്റി ഓഫ് ബസൈൻ സൈൻ ചെയ്യുന്നു. 1802 ട്രീറ്റി ഓഫ് ബസൈൻ സൈൻ ചെയ്യുന്നു ബൈ വെല്ലസ്ലി ആൻഡ് പേഷ്വ ബജിറാവോ ടു. ട്രീറ്റി ഓഫ് ബസൈൻ സൈൻ ചെയ്ത ആരാണെന്നൊക്കെ ചോദിക്കാം PSC പ്രിലിംസിൽ. വെല്ലസ്ലിയും പേഷ്വ ബജിറാവോ. പേഷ്വ അക്സെപ്റ്റഡ് കമ്പനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആനുവൽ പേയ്മെന്റ് അല്ലെ. സബ്സിഡറി അലയൻസിലുള്ള കാര്യങ്ങൾ എന്താണ് ഏകദേശം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. വലിയ നമുക്ക് റോക്കറ്റ് ബുദ്ധിയൊന്നും വേണ്ട അല്ലെ ബ്രിട്ടീഷുകാരുടെ ഡോമിനൻസിലേക്ക് കൊണ്ടുവരാൻ. ഇംഗ്ലീഷ് ആർമി ആൻഡ് റെസിഡന്റ് ടു ബി സ്റ്റേഷൻഡ് അറ്റ് പൂനെ ആൻഡ് നോ യൂറോപ്യൻ എനിമി വിൽ ബി കെപ്റ്റ് ഇൻ മറാത്ത ആർമി ഒബ്വിയസ്ലി അല്ലെ. ഇതൊക്കെ നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. പവേഴ്സ് ലൈക്ക് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് പാസ്ഡ് ഇൻ ടു ദി ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ് അല്ലെ. ഡിഫൻസും ഫോറിൻ അഫയേഴ്സ് ഒക്കെ ഇനി ബ്രിട്ടീഷുകാർ നോക്കും, പേഷ്വാസ് നോക്കേണ്ട ആവശ്യമില്ല. പേഷ്വ ഹാഡ് ടു സറണ്ടർ ദ സിറ്റി ഓഫ് ബസൈ, സിറ്റി ഓഫ് സൂറത്ത്. ഇതാണ് സബ്സിഡറി ട്രീറ്റി വിച്ച് ഈസ് നോൺ ആസ് ട്രീറ്റി ഓഫ് ബസൈ, സൈൻഡ് ബിറ്റ്വീൻ വെല്ലസ്ലി ആൻഡ് പേഷ്വ ബജിറാവ്. ഇത് സൈൻ ചെയ്തതോടുകൂടി അല്ല, ഇതാണ് ഒരു മെയിൻ റീസൺ, രണ്ടാം മറാത്ത യുദ്ധത്തിനുള്ള ഒരു റീസൺ ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ബസൈ. എഫക്റ്റഡ് ദ പാട്രിയോട്ടിക് ഫീലിംഗ്സ് ഓഫ് മറാത്താസ് അല്ലെ. തീർച്ചയായും ഡെഫിനറ്റ്ലി അതും നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അല്ലെ. ഒരു ബ്രിട്ടന്റെ കീഴിൽ വന്നു അല്ലെ, ബ്രിട്ടന്റെ കീഴിൽ വന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അവരുടെ അല്ലെ ഇത്രയും കാലം ഡോമിനന്റ് ആയിട്ട് അല്ലെ ഇത്രയും കാലം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു പ്രൊവിൻസ് ഇങ്ങനെ ഒരു ട്രീറ്റി ഒക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരുടെ പാട്രിയോട്ടിക് ഫീലിംഗ് ഉണ്ടാവും. ആൻഡ് ഇതാണ് നമ്മുടെ രണ്ടാം മറാത്ത യുദ്ധത്തിന് കാരണമാവുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, സ്കിന്ധ്യ ആൻഡ് ബോൺസ്ലെ അല്ലെ 5 ഗ്രൂപ്പിലെ 2 ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഇവിടെ ഒരു അലയൻസ് ഫോം ചെയ്യുന്നു. ആൻഡ് ഹോൾക്കർ എന്നുള്ള വേറൊരു അല്ലെ അവരെ ഇവരിലേക്ക് കൂട്ടാൻ നോക്കി, പക്ഷെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അല്ലെ. ഗോക്വാഡ് റിമൈൻഡ് ന്യൂട്രൽ അല്ലെ. സോ യു ക്യാൻ സീ ഹിയർ അല്ലെ, യുദ്ധത്തിൽ പോലും ഇവർ ഒരുമിച്ച് നിന്നിട്ടില്ല. ദേ വെർ നോട്ട് ടുഗദർ. ശത്രുത ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്കിന്ധ്യയും ബോൺസ്ലെയും ഒരു അലയൻസ് ഫോം ചെയ്തു. ഹോൾക്കറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അവര് വിട്ടുനിന്നു. ഗേക്വാഡ് ന്യൂട്രലുമായി അല്ലെ, യുദ്ധം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ആൻഡ് അങ്ങനെ യുദ്ധം നടന്നു. ഇംഗ്ലീഷ് ഡിസൈഡഡ് ടു അറ്റാക്ക് ദി മറാത്ത റീജിയൻസ്. ഡക്കാൻ റീജിയൻ അണ്ടർ ദ ആർതർ വെല്ലസ്ലി, നോർത്ത് ഇന്ത്യൻ റീജിയൻ അണ്ടർ ദി ജനറൽ ലേക്ക്. അങ്ങനെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി control of the Delhi passed from the Marathas into the British hand. Once again, Shah Alam II become pensioner of the company. Shah Alam രണ്ടാമൻ ഓൾറെഡി പെൻഷനർ ആയിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് ആ സ്റ്റോറി ഓർമ്മ ഉണ്ടെങ്കിൽ ക്ലാസ് കാണുന്നതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാം. വീണ്ടും ഈ മറാത്ത യുദ്ധത്തിന് ശേഷം, സെക്കൻഡ് മറാത്ത വാറിന് ശേഷം ഷാ ആലം രണ്ടാമൻ വീണ്ടും പെൻഷനറായി അല്ലെ. അപ്പോഴേക്കും മുഗൾ ഡോമിനൻസ് ഒക്കെ ഇല്ലാതെയായി അല്ലെ. ആ കാര്യം നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്കിന്ധ്യ ആൻഡ് ബോൺസ്ലെ ഫേസ്ഡ് ടോട്ടൽ ഡിഫീറ്റ് അല്ലെ, അവര് തോറ്റു. ഹോൾക്കർ മെയ്ഡ് ആൻ അറ്റംപ്റ്റ്. ഇവര് തോറ്റതിന് ശേഷം പിന്നീട് ഹോൾക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഫേർട്ട് അല്ലെ, അതായത് ഇവരുടെ ടെറിട്ടറി നഷ്ടപ്പെടാൻ സാധ്യത ഇവർ കണ്ടു. അങ്ങനെ ഹോൾക്കർ എന്ത് ചെയ്തു, അറ്റംപ്റ്റ് ടു ഫോം എ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെ, അതായത് ഇന്ത്യൻ പ്രിൻസസുമായിട്ട് ഒരു കോയലേഷൻ ഫോം ചെയ്തിട്ട് ബ്രിട്ടീഷിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം എത്തുമ്പോഴേക്കും ഇറ്റ് വാസ് ടു ലേറ്റ് ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് സക്സീഡ്. അങ്ങനെ മറാത്താസ് സെക്കൻഡ് വാറിൽ തോൽക്കുകയാണ്. ഇതിനുശേഷം ഡിഫറെന്റ് ട്രീറ്റീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മറാത്ത വാറിൽ അല്ലെങ്കിൽ മറാത്ത യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് ട്രീറ്റീസ് കാണാൻ പറ്റും അല്ലെ. അതായത് 5 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പല ഗ്രൂപ്പുമായിട്ട് ട്രീറ്റീസ് സൈൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പല രീതിയിൽ കുറെ ട്രീറ്റീസ് ഉള്ളത്. അപ്പോൾ അത് ഡൗട്ട് വേണ്ട അല്ലെ. നിങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അല്ലെ, ഇതെന്താ ഇത് മറാത്താസിന് ഒരുപാട് ട്രീറ്റീസ് കൂടുതലാണല്ലോ, ഒരു യുദ്ധം തന്നെ ഇത്രയും ട്രീറ്റീസ് എന്താന്നൊക്കെ നിങ്ങൾ തോന്നും. ബിക്കോസ് ഓഫ് ദിസ് അല്ല, ഓരോ ഗ്രൂപ്പുമായിട്ട് ട്രീറ്റി ഓഫ് ഡിയ ഗവോൺ ബോൺസ്ലെ ആയിട്ട് സൈൻ ചെയ്തു. ട്രീറ്റി ഓഫ് സുർജി അൻ ജൻ ഗവോൺ സ്കിന്ധ്യ ആയിട്ട് സൈൻ ചെയ്തു. ട്രീറ്റി ഓഫ് രാജ് പുരാഗഡ് ബിറ്റ്വീൻ ഹോൾക്കർ. സോ ദസ് ട്രീറ്റീസ് സൈൻ ചെയ്യുന്നു, യുദ്ധം അവസാനിക്കുന്നു. സെക്കൻഡ് മറാത്ത വാർ.
ക്ലിയർ ആണല്ലോ അല്ലെ? ഫസ്റ്റ് മറാത്ത വാറിന്റെ റീസണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്കൻഡും തേർഡും ഒക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവസാനം ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ, അവസാനത്തെ യുദ്ധം 1817 to 1819. ബാക്ക്ഗ്രൗണ്ട്, ലോർഡ് ഹാസ്റ്റിംഗ് ന്യൂ ഗവർണർ ഓഫ് ബോംബെ അല്ലെ? ലോർഡ് ഹാസ്റ്റിംഗ് വരികയാണ്, വെല്ലസ്ലി മാറി ലോർഡ് ഹാസ്റ്റിംഗ് വരികയാണ്. അതേപോലെ തന്നെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് പിൻഡരീസ് ആണ്. പിൻഡരീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ? പിൻഡരീസ് വാസ് ആക്ച്വലി മറാത്താസിന്റെ മിലിറ്ററി ആർമിയിൽ ഉണ്ടായിരുന്നവരാണ്. ലേറ്റർ ഇംഗ്ലീഷ് വന്ന് പിടിച്ചെടുക്കുമ്പോൾ ഇവർക്ക് ജോലി ഇല്ലാതെയായി. ഇപ്പൊ പിൻഡരീസ് ബിക്കം ജോബ്ലെസ്. അവരെന്ത് ചെയ്തു? പല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നോക്കി അല്ലെ? ആക്രമണവും കൊലപാതകവും അതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. സോ പിൻഡരീസ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പിൻഡരീസ് വാസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറാത്ത വാറാണ്. സോ പിൻഡരീസും ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. റൈറ്റ്. പേഷ്വ അണ്ടർ സബ്സിഡറി അലയൻസ് വീണ്ടും റിപ്പൻഡഡ് ഹിറ്റ്സ് ഡിസിഷൻ ഓഫ് സൈനിങ് ദ ട്രീറ്റി ഓഫ് ബസൈൻ അല്ലെ? വീണ്ടും നമുക്ക് കാണാൻ പറ്റും അല്ലെ? ട്രീറ്റി ഓഫ് ബസൈനിന്റെ ഒരു തുടർച്ചയാണ് വീണ്ടും തേർഡ് ബാറ്റിൽ ഓഫ് മറാത്തയിലും കാണപ്പെടുന്നത് അല്ലെ? ആ ട്രീറ്റി സൈൻ ചെയ്യുന്നത് ഒരിക്കലും ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പേഷ്വ ബജിറാവോ മെയ്ഡ് എ ലാസ്റ്റ് അറ്റംപ്റ്റ് ഇൻ 1817 അല്ലെ? അവസാന ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷിനെ ആക്രമിക്കാൻ നോക്കുന്നു. ടുഗദർ ദ മറാത്ത ചീഫ് against the British, but Marathas were too weak to win. അപ്പോഴേക്ക് മറാത്താസിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ലയിച്ചിരുന്നു, വീക്ക് ആയിരുന്നു അല്ലെ? ഡിഫറെന്റ് ബാറ്റിൽസ് were fought at a different end അല്ലെ? ആൻഡ് at the end ബ്രിട്ടീഷ് won അല്ലെ? എന്തൊക്കെയാണ് ബാറ്റിൽസിന് ശേഷം ഉണ്ടായിട്ടുള്ള ട്രീറ്റീസ് ജസ്റ്റ് ഓർത്തിരിക്കുക. ട്രീറ്റി ഓഫ് പൂനെ വിത്ത് പേഷ്വ, ട്രീറ്റി ഓഫ് ഗ്വാളിയാർ വിത്ത് സ്കിൻഡിയ, ട്രീറ്റി ഓഫ് മദാസർ വിത്ത് ഹോൾക്കർ. ഓക്കെ, ഈ ട്രീറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാര്യം ഇപ്പം തന്നെ 6 ട്രീറ്റീസ് ആയി അല്ലെ? മറാത്താസിന്റെ മാത്രം കേസിൽ 8 ട്രീറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് പേര് കാണുമ്പോ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു മറാത്ത എംപയർ ആണെന്നുള്ള ഓർമ്മ ഉണ്ടാവണം. ഓൾറൈറ്റ്. അതോടുകൂടി മറാത്ത പേര് മറാത്താസ് ഇല്ലാതെയായി അല്ലെ? മറാത്താസിന്റെ കൺഫെഡറസി ബ്രേക്ക് ചെയ്തു അല്ലെ? 5 കൺഫെഡറസി ബ്രേക്ക് ചെയ്തു. മറാത്ത എംപറർ അതോടുകൂടി ഇല്ലാതെയായി. സോ ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? മറാത്താസിന്റെ പതനം. സോ ഇത് ക്ലിയർ ആണ് അല്ലെ? ഫസ്റ്റ് വാർ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഫസ്റ്റ് മറാത്ത വാർ മാത്രമേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിമ്പിൾ ആണ്. ട്രീറ്റി ഓഫ് ബസൈൻ തന്നെയാണ്. പിൻഡരീസ് പോയിന്റ് ഒന്നും കൂടി പറയുമോ? പിൻഡരീസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, ബേസിക്കലി ദേ വർക്ക് ഫോർ ദി മറാത്ത എംപയർ. മറാത്ത എംപയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പിൻഡരീസ്. ഇംഗ്ലീഷുകാർ വന്നതോടുകൂടി ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതോടുകൂടി ഇവരെന്താണ്? ഇവർക്ക് ജീവിക്കാൻ പൈസ വേണമല്ലോ അല്ലെ? ഇവർക്ക് പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവർ ഡിഫറെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അവിടെ മോഷണം, കത്തിക്കുത്ത്, പിന്നെ കൊലപാതകം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പൊ ദിസ് വാസ് കൺസിഡർഡ് ആസ് എ പ്രോബ്ലം ഫോർ ദ ഇംഗ്ലീഷ്. അതാണ് ഇംഗ്ലീഷ് പോയിട്ട് മറാത്താസിനോട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെയാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത് പിൻഡരീസ്. ഓക്കെ, അതിന്റെ ഡീപ്പ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എത്ര ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ദേ വർക്ക് ഫോർ മറാത്താസ്, ദേ ലോസ്റ്റ് ദെയർ ജോബ് അല്ലെ? അവര് വേറെ പല കാര്യങ്ങൾക്കും ചെയ്യാൻ തുടങ്ങി. ആക്രമണവും കാര്യങ്ങളും കൊലപാതകവും മോഷണവും കാര്യങ്ങളൊക്കെ. ഇറ്റ് ലീഡ്സ് ടു വാർ. സോ ദാറ്റ്സ് ക്ലിയർ, റൈറ്റ്? ഇതാണ് നമ്മുടെ തേർഡ് ലെക്ചറിന്റെ അവസാന ഭാഗങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും ഞാൻ പറയാണ്, ട്രീറ്റീസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, വർഷങ്ങളും ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, റൈറ്റ്, യെസ്. സോ ലെക്ചർ 4, അനക്സേഷൻ ഓഫ് സിന്ധും ആംഗ്ലോ സിഖ് വാറും. ഓക്കെ, PDF കാണുന്നുണ്ടല്ലോ അല്ലെ? PDF കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ സൂം ചെയ്യാം. ഇപ്പൊ വിസിബിൾ ആണല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഉണ്ട് സാർ. ഓക്കെ, പലർക്കും വൈറ്റ് പേജ്. അനക്സേഷൻ ഓഫ് സിന്ധും സിഖ് വാറും അല്ലെ? ഇത് പറയുന്നതിന് മുമ്പ് വിസിബിൾ ആണ്. ഇത് പറയുന്നതിന് മുമ്പ്
പലർക്കും എനിക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം, ഈ ബഫർ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് അല്ലെ, ബഫർ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദിസ് ഈസ് എ മാപ്പ്, ഇന്ത്യയുടെ മാപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ്, നോട്ട്. ഓക്കെ, റൈറ്റ്, എക്സാമ്പിൾ ആണ്. സോ ഇന്ത്യ അല്ലെ, ഒരു ബഫർ സ്റ്റേറ്റ് പോളിസി. ബഫർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് ആണ് അല്ലെ ബഫർ സ്റ്റേറ്റ് അല്ലെ. അഫ്ഗാനിസ്ഥാൻ വാസ് എ ബഫർ സോൺ അല്ലെ. നമുക്കറിയാം പല ഇൻവേഷൻസും ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അഫ്ഗാൻ വഴിയാണ്. നാദിർ ഷാ ആണെങ്കിലും അഹമ്മദ് ഷാ അബ്ദാലി ആണെങ്കിലും അതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരാം അല്ലെ. സോ അഫ്ഗാനിസ്ഥാൻ നമുക്കൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ബ്രിട്ടീഷിന് പിടിച്ചു വെക്കാം അല്ലെ. ഈ കോൺസെപ്റ്റ് മനസ്സിലായ പിന്നെ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി, പഞ്ചാബ് സിന്ധു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. ഈ ബഫർ സ്റ്റേറ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കീഴിലേക്ക് ബ്രിട്ടന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെ, ബ്രിട്ടന് തോന്നുകയാണ് ബ്രിട്ടൻ അല്ലെ എന്തിനാണ് ഈ ലാൻഡ് പിടിച്ചെടുക്കുന്നത്. ബേസിക്കലി ലാൻഡ് പിടിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ലാൻഡ് പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെ, ജനങ്ങളെ അതൊക്കെ കൊണ്ടാണല്ലോ ഇന്ത്യയും ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പിടിച്ചെടുത്തത്. അപ്പൊ ലാൻഡ് എപ്പോഴും ആ സമയത്ത് മാത്രമല്ല ഇപ്പോഴും ഒരു ഹൈലി ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ് ലാൻഡ് അല്ലെ. അപ്പോ അഫ്ഗാനിസ്ഥാൻ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അഫ്ഗാനിസ്ഥാൻ, റൈറ്റ്. എന്തിനാണ്? ഫ്രഞ്ചിന്റെതും റഷ്യയുടെയും ആക്രമണം തടയാൻ അല്ലെ. അഫ്ഗാനിസ്ഥാൻ വാസ് കൺസിഡേർഡ് ആസ് എ ബഫർ സ്റ്റേറ്റ്. ഇനി റഷ്യയും നിങ്ങൾക്ക് അറിയാമല്ല, നെപ്പോളിയന്റെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. മൈസൂർ വാറിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെപ്പോളിയൻ ഈജിപ്തും സിറിയൊക്കെ പിടിച്ചു വെച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള പരിപാടിയാണ്. റഷ്യൻ കിങ്ങുമായി അല്ലെ ഓൾറെഡി ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് ഇൻവേഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ആ ത്രെഡ് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷുകാരുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾക്കറിയാം സിന്ധ് അല്ലെ, ഇവിടെയാണ് സിന്ധ്, ഇവിടെയാണ് പഞ്ചാബ് അല്ലെ. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ എത്താനുള്ള രണ്ട് വഴികള്, ഒന്ന് സിന്ധ് വഴി അല്ലെ, സിക്ക് വഴി പോണം, പഞ്ചാബ് വഴി പോണം. അപ്പൊ ഇൻ ഓർഡർ ടു ഗെറ്റ് ദി അഫ്ഗാനിസ്ഥാനിനെ ഒരു ബഫർ സ്റ്റേറ്റ് ആയി വെക്കണമെങ്കിൽ എന്താണ്, സിന്ധും പഞ്ചാബിനെയും ആദ്യം പിടിച്ചെടുക്കണം അല്ലെ. സിന്ധിനെയോ പഞ്ചാബിനെയോ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്താൻ പറ്റും അല്ലെ. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ കണക്കൂട്ടൽ ഉണ്ടാവും അല്ലെ. ബ്രിട്ടീഷ് ചുമ്മാ അഫ്ഗാനിസ്ഥാൻ അപ്പാടും പോയി അറ്റാക്ക് ചെയ്യാന്നൊക്കെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. വി ഹാവ് ടു ഫസ്റ്റ് ഈ ഒരു കാര്യം കൺകർ ചെയ്യണം അല്ലെ, ഈ സ്ഥലം കൺകർ ചെയ്യണം, എന്നിട്ട് അടുത്തതിലേക്ക് പോകണം അല്ലെ, എന്നിട്ട് അടുത്തതിലേക്ക് പോകണം, അങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ്. ഓക്കെ, ശ്രീലക്ഷ്മി കണക്ഷൻ ക്ലിയർ ആയി, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഞാൻ ഇന്ത്യയുടെ മാപ്പൊക്കെ വരച്ച് കാണിച്ചു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ വാസ് കൺസിഡേർഡ് ആസ് എ ബഫർ സ്റ്റേറ്റ്. റഷ്യ ആൻഡ് റഷ്യൻ ആക്രമണം അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ലോകത്ത് എപ്പോഴും ഒരു സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവേഴ്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ കോൾഡ് വാർ എന്നൊക്കെ പറയുന്ന പോലെ USSRും USA തമ്മിലുള്ള അല്ലെ, അതൊക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ എല്ലാ നൂറ്റാണ്ടുകളിലും ബിഗ് പവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കിൽ നമുക്ക് ബ്രിട്ടൻ ഒരു ബിഗ് പവർ ആണ്. പക്ഷെ ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ അത്രത്തോളം ഒരു ബിഗ് പവർ അല്ല അല്ലെ. പകരം വേറെ പവേഴ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ ആ സമയത്തുള്ള രണ്ട് പവേഴ്സ് ആയിരുന്നു റഷ്യയും, അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ചും അല്ലെ, ഇംഗ്ലീഷും. റഷ്യ വാസ് ഓൾസോ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ബിഗ് പവർ അല്ലെ. ആ കണക്ഷൻ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. റൈറ്റ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ.
അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നേപ്പാളും അല്ലെ, നേപ്പാളും ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് വെക്കാം ടു കൗണ്ടർ ദി ചൈനീസ് ഇൻവേഷൻ അല്ലെ. ചൈനീസ് ഇൻവേഷൻ തടയാൻ വേണ്ടിയിട്ട് നേപ്പാളിനെയും നമുക്കൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് അവിടെ വെക്കാം അല്ലെ. ഇതാണ് ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ബേസിലാണ് ഒരു അടുത്തൊരു ഈ പറഞ്ഞ പോലെ സിക്കും പഞ്ചാബും അല്ലെങ്കിൽ ഈ സിക്കും സിന്ധുവിന്റെ ഒക്കെ യുദ്ധം ഉണ്ടാവുന്നത്, അനക്സേഷൻ ഉണ്ടാവുന്നത്. റൈറ്റ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അഫ്ഗാനിസ്ഥാൻ അവിടെ ഭരിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ ഒരു റൂളർ ഉണ്ടാവും അല്ലെ. അപ്പൊ അഫ്ഗാനിസ്ഥാൻ റൂളറുമായിട്ട് ബ്രിട്ടീഷുകാരെ നല്ല അടുപ്പം വെക്കാൻ നോക്കി അല്ലെ. ഈ പറഞ്ഞ പോലെ ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പലതും ചെയ്യാൻ നോക്കി. പക്ഷെ അഫ്ഗാനിസ്ഥാൻ റൂളർ ആ സമയത്ത് റഷ്യയുമായി അടുക്കുന്നു അല്ലെ. ഇതൊക്കെ ഇതിനൊരു പിറകിലുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. Okay, now we can move towards our class. Annexation of Sindh, 1843. By this time, British had already annexed or made a subsidiary alliance with each and every province of India. അല്ലെ. ഈ സമയം ആകുമ്പോഴേക്ക് 1843 ആകുമ്പോഴേക്ക് ഏകദേശം സിന്ധും പഞ്ചാബ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇന്ത്യയിലുള്ള പ്രൊവിൻസുകളെയും ബ്രിട്ടീഷുകാരുടെ ഡോമിനൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നിക്കൽ ഡയറക്റ്റ് അനക്സ് ചെയ്യും, അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് വെച്ച് പിടിക്കും അല്ലെ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് പിന്നെ സിന്ധിന്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇൻ 1758 സിന്ധ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കല്ലോറ ചീഫാണ്. ഓക്കെ, ഇംഗ്ലീഷ് അതേപോലെ തന്നെ 1758 ഇംഗ്ലീഷ് ഫാക്ടറി വാസ് സെറ്റപ്പ് ഇൻ തട്ട സിന്ധില്. പെർമിഷൻ കല്ലോറ ചീഫ് ആണ് കേട്ടോ. കല്ലോറ ചീഫ് ആയിരുന്നു ആ സമയത്ത് സിന്ധ് ഭരിച്ചിരുന്നത്. പിന്നീട് അല്ലെ സർഫറാസ് ഖാൻ വരുന്നത് വരെ ഇംഗ്ലീഷിന്റെ ഫാക്ടറി അവിടെ ഉണ്ടായിരുന്നു. സർഫറാസ് ഖാൻ വന്നതോടുകൂടി അല്ലെ 1775 സർഫറാസ് ഖാൻ വന്നതോടുകൂടി ബ്രിട്ടീഷുകാരോട് നിങ്ങളുടെ ഫാക്ടറി പൂട്ടി പോകാൻ പറഞ്ഞു, ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് 1780 എന്ത് ചെയ്തു? ഇത് സിന്ധിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്, സിന്ധിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. 1780 സിന്ധ് വാസ് ക്യാപ്ചേർഡ് ബൈ തൽപുരാസ്. തൽപുരാസ് മീൻസ് ഒരു ബലൂച്ച് ട്രൈബാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉള്ള ഒരു ബലൂച്ച് ട്രൈബാണ്. ഇവര് പിടിച്ചെടുക്കുന്നു ബൈ ഇതിന്റെ ലീഡർ മിർ ഫത്തേഹ് അലി ഖാൻ അല്ലെ. പുള്ളിയുടെ കീഴിലായി മിർ ഫത്തേഹ് അലി ഖാന്റെ കീഴിലായി സിന്ധ്. പിന്നീട് മിർ ഫത്തേഹ് അലി ഖാന്റെ മരണത്തോടു കൂടി ഫത്തേഹ് അലി ഖാന്റെ 4 ബ്രദേഴ്സ് ഉണ്ട്. 4 ബ്രദേഴ്സ്. ഈ 4 ബ്രദേഴ്സ് ആയിരുന്നു പിന്നീട് സിന്ധ് ഭരിച്ചിരുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് അമീർസ് ഓഫ് സിന്ധ്. അമീർ എന്ന് പറഞ്ഞ രാജകുമാരൻ അല്ലെ, അമീർസ് ഓഫ് സിന്ധ്. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇപ്പൊ ആരാണ് അല്ലെ, എങ്ങനെയാണ് സിന്ധ് ആരാണ് ഭരിക്കുന്നത്, ഏത് രീതിയിലാണ് ഭരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ആൻഡ് ആഫ്റ്റർ 1807 ആംഗ്ലോ ഫ്രഞ്ച് റിവാൽറി ഷിഫ്റ്റഡ് ടു നോർത്ത് വെസ്റ്റേൺ. നെപ്പോളിയൻ പ്ലാൻ ടു ഇൻവേഡ് ഇന്ത്യ ബൈ ലാൻഡ് റോട്ട്. നമ്മൾ പഠിച്ചു അത് അല്ലെ. നെപ്പോളിയന്റെ വരവും അല്ലെങ്കിൽ ഇന്ത്യൻ റൂട്ട് പിടിച്ചെടുക്കാനൊക്കെയുള്ള പരിപാടിയുണ്ട്. അലാംഡ് ബൈ ദിസ് ഡിപ്ലോമാറ്റിക് മിഷൻ ടു സിന്ധ്, സെൽട്ടൻ മിഷൻ ബൈ ലോർഡ് മിന്റോ അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? സിന്ധിലേക്ക് അല്ലെ, അഫ്ഗാനിസ്ഥാന്റെ ബഫർ സ്റ്റേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ആദ്യം സിന്ധ് പിടിക്കണം അല്ലെ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സിന്ധിലേക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് ആയിട്ട് ഡിപ്ലോമാറ്റിക് മിഷൻ അയക്കുകയാണ്. ആര്? ലോർഡ് മിന്റോ. ലോർഡ് മിന്റോ അയക്കുന്ന മിഷന്റെ പേരാണ് സെൽട്ടൻ മിഷൻ. ഇമ്പോർട്ടന്റ് ആണ്, സെൽട്ടൻ മിഷൻ. അതായത് ആദ്യം എങ്ങനെ മിഷൻ ആയിരിക്കും? ഡിപ്ലോമാറ്റിക് മിഷൻ, ഫ്രണ്ട്ഷിപ്പ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞയക്കും. പതുക്കെ എന്ത് ചെയ്യും? ആ ടെറിട്ടറി ഇങ്ങനെ പിടിച്ചടക്കും. ബ്രിട്ടീഷുകാരുടെ സ്വഭാവം നമുക്കറിയാലോ. നമ്മൾ ഓൾറെഡി അല്ലെ കഴിഞ്ഞ യുദ്ധത്തിലൊക്കെ ബ്രിട്ടീഷുകാരുടെ ഒരു രീതി നമ്മൾ കണ്ടതാണ് അല്ലെ. പതുക്കെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഈ പറഞ്ഞ പോലെ സെൽട്ടൻ മിഷൻ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ബൈ ലോർഡ് മിന്റോ അല്ലെ, ടു കൗണ്ടർ ദി ഫ്രഞ്ച് ചലഞ്ച് അല്ലെ. ഫ്രഞ്ചുകാർ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അല്ലെ. ആ സമയത്ത് നമുക്കറിയാം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം ഒരുപാട് നടന്നു കഴിഞ്ഞു. അവർ തമ്മിൽ ശത്രുതയാണെന്നും നമുക്കറിയാം. വി നോ ദ ബേസിക്സ്. റിസൾട്ടിങ് ഇൻ ടു 1809 ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ്. പിന്നീട് ആ മിന്റോ അയച്ചിട്ടുള്ള അല്ലെ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. 1809 ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്യാണ് അല്ലെ. അതുവഴി എന്താണ്? അമീർ അല്ലെ, സിന്ധിന്റെ റൂളർ ആയിട്ടുള്ള അമീർസ് എന്ത് ചെയ്യും? ദേ വിൽ നോട്ട് അലൗ ഫ്രഞ്ച് സെറ്റിൽമെന്റ് അല്ലെ. ഒബ്വിയസ്ലി
ഊഹിക്കാനല്ലേ ഉള്ളൂ അല്ലെ, ഫ്രഞ്ച് സെറ്റിൽമെന്റിനെ അലോ ചെയ്യില്ല. പിന്നീട് 1820 ആകുമ്പോഴേക്കും ഫ്രഞ്ചിന്റെ കൂടെ അമേരിക്കൻസിനെയും ഉൾപ്പെടുത്തി. അപ്പൊ നിലവില് ഫ്രഞ്ചിനെയും അമേരിക്കൻ സെറ്റിൽമെന്റിനെയും സിന്ധിലേക്ക് അലോ ചെയ്യില്ല എന്നുള്ള ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് ഓൾറെഡി സൈൻ ചെയ്തു. പിന്നീട് വീണ്ടും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാണ് ന്യൂ ട്രീറ്റി ഇൻ 1832 ബിറ്റ്വീൻ ദി ലോർഡ് ബെന്റിക് ആൻഡ് ദ സിന്ധ് അല്ലെ. ഈ സമയത്ത് ആകുമ്പോഴേക്കാ 32 ആകുമ്പോഴേക്കാ ഇങ്ങനെ സൈൻ ചെയ്ത് പുതുക്കി പോവാണ്. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. സോ സിന്ധിനെയും യു ക്യാൻ സീ ഹിയർ നോട്ട് ഓൺലി ബ്രിട്ടീഷുകാരുടെ കണ്ണ് ബഫർ സ്റ്റേറ്റിൽ മാത്രമുള്ളതുകൊണ്ടല്ല, ഇവിടെ ഇൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയും കൂടിയുണ്ട്. അല്ലെ, ഇൻഡസ് ട്രാൻസ്പോർട്ടേഷൻ വാസ് കൺസിഡേർഡ് ആസ് ദി വൺ ഓഫ് ദി അല്ലെ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ആണല്ലോ മെയിൻ പേർപ്പസ് അല്ലെ. അപ്പൊ ആ റിവറും കൂടി ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഉണ്ടായിരുന്നു. ഇതും ഒരു ഫാക്ടർ ആയിരുന്നു പിടിച്ചെടുക്കാൻ സിന്ധും പഞ്ചാബ്. റൈറ്റ്, ഓർത്തിരിക്കുക. ഇൻഡസും ഒരു റിവർ കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക. റിയൽ ഇന്റൻഷൻ വാസ് ഓൺ ദി നാവിഗേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാല്യൂ ഓഫ് ഇൻഡസ് അല്ലെ. നാവിഗേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാല്യൂ ഓഫ് ഇൻഡസ്. ഷിപ്പ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പെർപ്പസസിന് അല്ലെ, ട്രേഡ് കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് മുഴുവനായിട്ട് ബ്രിട്ടീഷ് അതോറിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഈ പറഞ്ഞ പോലെ പ്രിൻസസ് ഇന്ത്യ ഒന്നുമല്ല, ബ്രിട്ടീഷ് അതോറിറ്റിയിലേക്ക് വന്നാൽ അവിടെയും ബ്രിട്ടീഷിന് ഒരു കണ്ണുണ്ട്. സോ ഡ്യൂറിംഗ് ദി ഗ്രേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കോൾഡ് വാർ അല്ലെ. നമുക്കറിയാം കോൾഡ് വാർ USSRും USA തമ്മിലുള്ള അല്ലെ, USSRന്റെ പതനം വരെ ഉണ്ടായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ് അല്ലെ, ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഗ്രേറ്റ് ഗെയിം കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദി ബ്രിട്ടൻ ആൻഡ് റഷ്യ. ഓക്കെ, അതാണ് കേട്ടോ, ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഗെയിം കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് സിന്ധ്. സിന്ധ് വാസ് സീൻ ആസ് എ ലാർജർ പെർസ്പെക്ടീവ് ഓഫ് ഡിഫൻസ് ഫ്രം ദ റഷ്യൻസ് അല്ലെ. അതായത് അഫ്ഗാനിസ്ഥാൻ വഴി വരുന്ന സമയത്ത് സിന്ധ് വഴിയാണല്ലോ ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ സിന്ധും പിടിച്ചു വെച്ച് അഫ്ഗാനിസ്ഥാനും ബഫർ സ്റ്റേറ്റ് ആയിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റഷ്യയെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതോറിറ്റി ഒറ്റയടിക്കൊന്നും താണു പോകില്ലല്ലോ. ബ്രിട്ടീഷുകാർക്ക് ബഫർ സ്റ്റേറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അതാണ് ബഫർ സ്റ്റേറ്റ്. Therefore, Sindh was necessary to prelude to annexation of Afghanistan. അല്ലെ, സിന്ധിനെ അഫ്ഗാനിസ്ഥാൻ അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് സിന്ധിനെ കൺസിഡർ ചെയ്തു. Thus, Sindh was conquered to counter Russia. അല്ലെ, ഇതാണ് മെയിൻ പർപ്പസ്. സിന്ധിനെ എന്തിനാണ് പിടിച്ചു വെച്ചത്? റഷ്യയുടെ കൗണ്ടർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി സിന്ധിനെ ബ്രിട്ടീഷുകാർ അവരുടെ അനക്സ് ചെയ്തിട്ടുള്ളത് അല്ലെ, പിടിച്ച് എടുത്തത്. ഇതാണ് ബേസിക് ആയിട്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സൂൺ രഞ്ജിത് സിംഗ് റൂളർ ഓഫ് ദി അല്ലെ, നമുക്കത് പറയാം അടുത്തത്. രഞ്ജിത് സിംഗ് ക്യാപ്ചർഡ് റോഹൻ അല്ലെ. റോഹൻ ക്യാപ്ചർ ചെയ്യുന്നു. ടൗൺ ഓഫ് ദ സിന്ധിലുള്ള ഒരു ടൗണിനെ രഞ്ജിത് സിംഗ് ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ഒരു ചാൻസ് കിട്ടി അല്ലെ. ഗീവ് കമ്പനി എ ചാൻസ്. കമ്പനി ഗീവ് എ ചാൻസ് ടു ഓഫർ പ്രൊട്ടക്ഷൻ ടു അമീർ അല്ലെ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അല്ലെ, ഈ സിന്ധ് പിടിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ആ സമയത്ത് രഞ്ജിത് സിംഗ് എന്ത് ചെയ്തു, റോഹൻ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയി. അങ്ങനെ ബ്രിട്ടീഷുകാർ അമീർസിന്റെ അടുത്ത് പോയി ഫോഴ്സ്ഫുള്ളി സബ്സിഡറി ട്രീറ്റി സൈൻ ചെയ്യിക്കുന്നു അല്ലെ. സബ്സിഡറി ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും നമ്മള്, നമ്മുടെ ഒരു ആർമിയുടെ ഉണ്ടാവും, നമ്മുടെ ഒരു ഇത്ര പെർമനന്റ് ഇതുണ്ടാവും അല്ലെ, അങ്ങനെയുള്ള നമ്മൾ കേട്ടു. സബ്സിഡറി അലയൻസ് ട്രീറ്റി ഒക്കെ നമുക്കറിയാം. ഇൻ 1839 ആൻഡ് ആക്സെപ്റ്റഡ് എ ബ്രിട്ടീഷ് റെസിഡന്റ് അറ്റ് ഹൈദരാബാദ്. ഹൈദരാബാദ് സിന്ധിനുള്ള പ്ലേസ് ആണ് കേട്ടോ, അല്ലാതെ ഇവിടെയുള്ള ഹൈദരാബാദ് അല്ല, ഓർത്തിരിക്കുക. ക്ലിയർ അല്ല? ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. ദെൻ ബ്രിട്ടീഷ് ഡിഫീറ്റ് ഇൻ ഫസ്റ്റ് അഫ്ഗാൻ വാർ. ഇതൊരു സ്റ്റോറിയാണ്. ഓക്കെ, നമുക്കറിയാം, ഞാനിപ്പോ പറഞ്ഞു അല്ലെ, നേപ്പാൾ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നേപ്പാളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്, ട്രീറ്റി ഓഫ് സുഗോളി ഒക്കെ. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, നമ്മൾ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് അല്ലെ, ഇൻ ഓർഡർ ടു കൗണ്ടർ ദി റഷ്യൻ ഇൻവേഷൻ. അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ആ സമയത്തെ റൂളറാണ് ദോസ്ത് മുഹമ്മദ്. സോ ആദ്യമൊക്കെ ഈ ദോസ്ത് മുഹമ്മദ് എന്താണ്, ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങളും he was friendly with ബ്രിട്ടീഷ്. ഇവഞ്ച്വലി ദോസ്ത് അലിയുടെ
റഷ്യയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് അഫ്ഗാൻ വാർ. ബ്രിട്ടീഷിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി ഫസ്റ്റ് അഫ്ഗാൻ വാർ പ്രകാരം ബ്രിട്ടീഷ് സക്സസ് ആവുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷിന്റെ ഒരു പപ്പറ്റ് റൂളറെ ഇവിടെ പ്ലേസ് ചെയ്യണം അല്ലെ, അഫ്ഗാനിസ്ഥാനിൽ പ്ലേസ് ചെയ്യണം. ഒന്നുകിൽ പപ്പറ്റ് റൂളറെ പ്ലേസ് ചെയ്യണം അല്ലെ, അനക്സ് ചെയ്യുന്നതിനും പപ്പറ്റ് റൂളറെ പ്ലേസ് ചെയ്യണം. അങ്ങനെ ഒരു പപ്പറ്റ് റൂളറെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണ് അഫ്ഗാൻ യുദ്ധം. അങ്ങനെ പപ്പറ്റ് റൂളറെ പ്ലേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, ഇവഞ്ച്വലി അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു ഫെയിലർ ആയി പോകുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷിന്റെ ഫെയിലർ ആയി പോയി, ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഫെയിലർ ആയി. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഡിഫീറ്റ് ഇൻ ഫസ്റ്റ് അഫ്ഗാൻ വാർ. ഇൻ 1842 എലൻബർഗ് പുതിയ ഗവർണറാണ്. ഓക്കെ, സക്സീഡഡ് ആക്ലാൻഡ് മാറിയിട്ട് എലൻബർഗ് ഉണ്ടായി. പിന്നീട് എലൻബർഗ് നടത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് പ്രസ്റ്റേജ് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം എന്താ പറഞ്ഞാലും നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അമീർസ് വെർ ചാർജ്ഡ് വിത്ത് ഹോസ്റ്റിലിറ്റി അല്ലെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം കാര്യം കിട്ടാൻ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അമീർസിന് എന്ത് ചെയ്തു? ചാർജ്ഡ് വിത്ത് ഹോസ്റ്റിലിറ്റി ആൻഡ് ഡിസഫെക്ഷൻ. യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അമീർസ് ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സിന്ധിനെ അനക്സ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അനക്സ് ചെയ്ത് എടുക്കുകയാണ് സിന്ധിനെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. പിന്നീട് 1847 സിന്ധിന് എന്ത് ചെയ്യുന്നു? സിന്ധ് വാസ് മെയ്ഡ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ബോംബെ പ്രസിഡൻസി അല്ലെ, ഇന്ത്യ. സിന്ധ് ഇവിടെയാണുള്ളത്. അപ്പൊ ബോംബെ പ്രസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ ഏരിയ ആയിരിക്കും ബ്രിട്ടീഷുകാർക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ ഇതിലും കൂടി സിന്ധിനെയും കൂടി ഇങ്ങനെ ഉൾപ്പെടുത്തി ഒരു ബ്രിട്ടീഷ് ബോംബെ പ്രൊവിൻസ് ആക്കി മാറ്റി അല്ലെ. ബോംബെ പ്രസിഡൻസി ആക്കിയുടെ ഉൾപ്പെടുത്തിയിൽ സിന്ധിനെ കൊണ്ടുവന്നു. സിന്ധ് അനക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സ്റ്റോറി. ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്ലിയർ ആണല്ലോ അല്ലെ? റൈറ്റ്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. 2 minutes. യെസ്, റോബിന് ക്ലിയർ ആണ്. ബഫർ സ്റ്റേറ്റ് പോളിസി എന്താന്ന് പഠിച്ചു. ഓക്കെ, ഇതേ സ്റ്റോറി തന്നെയാണ് നിങ്ങൾക്ക് ഈ സിക്കിന്റേതും കാര്യത്തിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഇതെന്താ രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് സിക്കിലേക്ക് പോവാം. സോ സിന്ധ് പിടിച്ചിറക്കി അല്ലെ, സിന്ധ് പിടിച്ച് അടക്കി കഴിഞ്ഞു. അടുത്ത അനക്സേഷൻ ഓഫ് പഞ്ചാബ് അല്ലെ, ഈ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ അല്ലെ, ഇതേ റീസൺ തന്നെ, ഇതേ കാര്യം തന്നെ അല്ലെ. നോക്കാം. സോ annexation of Punjab in 1849. Background. This marked the end of our chapter, the British supremacy. Punjab ആണ് ലാസ്റ്റ് സ്റ്റേറ്റ് ടു അനക്സ്. 1799 രഞ്ജിത് സിംഗ് 12 missiles recognized as the. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആവണം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് വന്നത്. എന്താണ് പഞ്ചാബ് അല്ലെ, എങ്ങനെയാണ് രഞ്ജിത് സിംഗ് രാജാവായത്? ദിസ് ഈസ് ഇന്ത്യ. ഓക്കെ, അപ്പോ സിന്ധ്, പഞ്ചാബ്, റൈറ്റ്. ബേസിക്കലി ഒരു 12 ഗ്രൂപ്പായിട്ട്, ഓക്കെ, 12 മിസിൽസ് എന്നാണ് പറയാട്ടോ. മിസിൽസ് ബേസിക്കലി മീൻസ് ഗ്രൂപ്പ്. പഞ്ചാബ് ഉണ്ടായിരുന്നത്. പിന്നീട് സർദാർ, ഓക്കെ, സർദാർ അല്ല, രഞ്ജിത്ത് സിംഗ്. ഓക്കെ, രഞ്ജിത്ത് സിംഗ് വരികയും
ഇതിനെ ഒരൊറ്റൊരു ഒരു ഗ്രൂപ്പായി മാറുകയും ലീഡറായി മാറുകയും സിഖ് എന്നുള്ള എംപയർ ഫോം ചെയ്തു. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ലെക്ചറിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ബേസിക്കലി ഈ സിഖ് വാസ് എ പാർട്ട് ഓഫ് മുഗൾ എംപയർ അല്ലെ. മുഗൾ എംപയറിന്റെ ഭാഗമായിരുന്നു സിഖ് അല്ലെ, വലിയ മുഗൾ എംപയർ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഞ്ചാബും മാൽട്ടാനും ഒരു റൂളറിന്റെ സമയത്ത് അല്ലെ വേറെ ഒരു പേർഷ്യൻ റൂളറിന് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ഓർമ്മയുണ്ടത്? മൽട്ടാൻ ആൻഡ് പഞ്ചാബ് വാസ് സറണ്ടർ ടു എ പേർഷ്യൻ റൂളർ. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? സറണ്ടർ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്ലേസ് ഇപ്പോ മുഗൾ എംപയറിന്റെ കീഴിലല്ല ഉള്ളത് അല്ലെ. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ആ സറണ്ടർ ചെയ്തിട്ടുള്ള എംപറർ ആരായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സറണ്ടർ ചെയ്തിട്ടുള്ള എംപറർ ആരായിരുന്നു? പഞ്ചാബ് ആൻഡ് മൽട്ടാൻ. ഫസ്റ്റ് ലെക്ചറിൽ നിങ്ങൾ പോയി എടുത്താൽ മതി. ആ PDF ഞാൻ കൊടുത്തിട്ടുണ്ട് പെട്ടിയില്. പഞ്ചാബ് ആൻഡ് മൽട്ടാൻ വാസ് സറണ്ടർ ടു പേർഷ്യൻ റൂളേഴ്സ് ഇൻ ഓർഡർ ടു അപ്പീസ് ഹിം അല്ലെ. വീക്ക് ആയിട്ടുള്ള ഒരു റൂളർ വന്നിട്ടല്ലേ. ആരാണ്? മുഹമ്മദ് ഷാ. ഓക്കെ, ഓർമ്മ ഉണ്ടാവില്ല, മുഹമ്മദ് ഷാ. അതോടുകൂടി പഞ്ചാബ് എന്താണ് അല്ലെ, ഡയറക്ട്ലി ബിക്കംസ് ദ കൺട്രോൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ. പേർഷ്യന് കൊടുത്തില്ലേ? സോ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഗവർണർ ഓഫ് ലാഹോർ. ഓക്കെ, ഗവർണർ ഓഫ് ലാഹോർ എന്ത് ചെയ്യുന്നുണ്ട്? രഞ്ജിത് സിംഗിനെ റൂളർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, റൂളർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് വലിയൊരു അതോറിറ്റി ഒരു ചെറിയൊരു അതോറിറ്റി. നമ്മൾ ടിപ്പുവിന്റെ കേസിൽ അത് കണ്ടിട്ടുണ്ട് അല്ലെ. ടിപ്പു ഓട്ടോമൻ എംപയറിൽ പോയിട്ട് സെനത് ചോദിച്ചിട്ടുണ്ട് അല്ലെ, എന്റെ റൂള് ഒന്ന് ലെജിറ്റിമേറ്റ് ചെയ്യൂ അല്ലെ. അതേ കാര്യം തന്നെ അല്ലെ അവിടെ. അതുകൊണ്ടാണ് അഫ്ഗാൻ റൂളർ രഞ്ജിത് സിംഗിനെ അല്ലെ ഗവർണർ ഓഫ് ലാഹോർ ആണ്. ഗവർണർ ഓഫ് ലാഹോർ രഞ്ജിത് സിംഗിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ മുഗൾ എംപയർ കൊടുത്തു, അപ്പൊ ഇറ്റ് കംസ് അണ്ടർ ദി ഗവർണർ ഓഫ് ലാഹോർ അല്ല. ഗവർണർ ഓഫ് ലാഹോർ പേര് സമൻ ഷാ, ദ റൂളർ ഓഫ് അഫ്ഗാനിസ്ഥാൻ അല്ലെ. പിന്നീട് അത് രഞ്ജിത് സിംഗിന്റെ കയ്യിലാണ്. 1800 നമുക്ക് PDF പോവാം. ഈ കാര്യം ക്ലിയർ അല്ലേ? പിന്നീട് 1800 അല്ലെ, രഞ്ജിത് സിംഗ് പ്രൊക്ലൈംഡ് ഹിംസെൽഫ് ആസ് ദി മഹാരാജ ഓഫ് പഞ്ചാബ് ഇൻ 1802 ആൻഡ് ഹി അക്യൂർഡ് ജമ്മു ആൻഡ് അമൃത്സർ. ഓക്കെ, സ്ഥലങ്ങൾ ഒക്കെ അക്യൂർ ചെയ്യുന്നുണ്ട്. പ്രൊക്ലൈംഡ് ഹിംസെൽഫ് ആസ് എ മഹാരാജ ഓഫ് പഞ്ചാബ്. ഡ്യൂ ടു ദി റഷ്യൻ ഫ്രഞ്ച് ത്രെഡ് അല്ലെ. റഷ്യൻ ഫ്രഞ്ച് ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കഥ അറിയാം. മെറ്റ്കഫെ വാസ് സെൻഡ് ടു പഞ്ചാബ് ടു കൺക്ലൂഡ് എ ഫേവറബിൾ ട്രീറ്റി വിത്ത് രഞ്ജിത് സിംഗ്. ഓക്കെ, സെയിം സ്റ്റോറി, സെയിം കാര്യം, സെയിം തിങ് അല്ലെ. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? വീണ്ടും എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ഫേവറബിൾ ട്രീറ്റി, മെറ്റ്കഫെ അല്ലെ. അവിടെ സെൽട്ടൺ കമ്മീഷൻ ആണെങ്കിൽ ഇവിടെ അയക്കുന്നത് മെറ്റ്കഫെ ആണ് അല്ലെ. മെറ്റ്കഫെ വാസ് സെൻഡ് ടു പഞ്ചാബ് ടു കൺക്ലൂഡ് ഫേവറബിൾ ട്രീറ്റി. ഓക്കെ, അങ്ങനെ ഫേവറബിൾ ട്രീറ്റി ഒക്കെ സൈൻ ചെയ്യാൻ പോയിട്ട് ബേസിക്കലി ട്രീറ്റി ഓഫ് അമൃത്സർ. ഓക്കെ, അത് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രീറ്റി സൈൻ ചെയ്യാൻ പോയി ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ അത് നടക്കുന്നില്ല. ഓക്കെ, അത് സക്സീഡ് ആവുന്നില്ല. അതിന് പകരമായി ട്രീറ്റി ഓഫ് അമൃത്സർ 1809 സത്ലജ് ബിക്കം ദ ബൗണ്ടറി ബിറ്റ്വീൻ സിഖ് ആൻഡ് പഞ്ചാബ് എംപയർ. ഓക്കെ, അതായത് സത്ലജ് എന്നുള്ള സ്ഥലം പഞ്ചാബിനും അല്ലെ ബ്രിട്ടനുമെതിരെയുള്ള ഒരു ബൗണ്ടറി ആയി കൺസിഡർ ചെയ്തു. ഓക്കെ, സോറി. In 1838, Ranjit Singh was coerced to signing a tripartite treaty with English Shah Shuja in order to invade Afghanistan and install Shah Shuja as the ruler. However, Ranjit Singh declined to allow British troops. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ അഫ്ഗാൻ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് ഉണ്ടായ റൂളറെ മാറ്റി ഒരു പപ്പറ്റ് റൂളർ, ആ പപ്പറ്റ് റൂളറാണ് ഷാ സുജയെ കൊണ്ടുവരണം അല്ലെ. അതിന് ഒരു ട്രൈ പാർട്ടി അഗ്രിമെന്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഷാ സുജയും എന്ത് ചെയ്യും അവിടെ
പപ്പറ്റ് റൂളറാക്കി വെക്കും. ഇംഗ്ലീഷും അതേപോലെ തന്നെ രഞ്ജിത് സിംഗുമായിട്ട് സൈൻ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ രഞ്ജിത് സിംഗ് ഡിഡിന്റ് അലൗ ബ്രിട്ടീഷ് ട്രൂപ്സ്, അത് അനുവദിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കും ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്. ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗ്. ഓക്കെ, ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗ്, നമ്മുടെ കഥ ശരിക്കും ആരംഭിക്കുകയാണ്. രഞ്ജിത് സിംഗിന്റെ മരണത്തോടു കൂടി അവിടെ എന്ത് ചെയ്തു? പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരാൻ തുടങ്ങി. മിലിറ്ററി ഓവർവേ, അതായത് രഞ്ജിത് സിംഗിന്റെ സമയത്ത് 4000 മിലിറ്ററി പേഴ്സൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വന്ന സമയത്ത് അത് 3 ഇരട്ടി 4 ഇരട്ടി ഒക്കെ ഇൻക്രീസ് ചെയ്തു. ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായി. അതേപോലെ തന്നെ തുടരെ വരുന്ന സക്സസേഴ്സിന്റെ മരണം, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചാബ് എന്നുള്ള ഈ പ്രൊവിൻസിനെ ഭയങ്കരമായിട്ട് തളർത്തി. ഇൻ 1843 മൈനർ സൺ ഓഫ് ദലീപ് സിംഗ് comes to throne under the guardianship of റാണി ജിൻഡാൽ. അല്ലെ, ദലീപ് സിംഗ് 1843 ഒരു റൂളറായി വരികയും അണ്ടർ ദി ഗാർഡിയൻഷിപ്പ് ഓഫ് റാണി ജിൻഡാൽ, അല്ലെ, റാണി ജിൻഡാലിന്റെ മകനാണ് ദലീപ് സിംഗ്, അല്ലെ, സക്സസർ ആയി വരികയും പിന്നീട് മേജർ ബ്രൂഡ് ഫോർത്ത് ഓഫ് എ കമ്പനി പൊളിറ്റിക്കൽ ഏജന്റ്, അല്ലെ, മേജർ ബ്രൂഡ് ഫോർത്ത് എന്നുള്ള കമ്പനിയുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റ് പോയി കമ്പനിയോട് റിപ്പോർട്ട് ചെയ്യാണ് പഞ്ചാബിൽ ഒരുപാട് കറപ്ഷൻസും കാര്യങ്ങളും ഡിസോർഡറും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് പറയാണ്. പിന്നീട് ഇൻ 1884 ലോർഡ് എലൻബർഗ് വാസ് സക്സീഡഡ് ബൈ ലോർഡ് ഹർഡിഞ്ച്. ഹർഡിഞ്ച് പ്രഭു വരികയാണ്. ഓക്കെ, ഇവിടെയാണ് ഷിഫ്റ്റ് വരുന്നത്. ഹി അണ്ടർടുക്ക് വേരിയസ് റിഗറസ് മെഷേഴ്സ് ടു സ്ട്രെങ്തൻ ദ കമ്പനീസ് മിലിറ്ററി പൊസിഷൻ. അല്ലെ, അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന മിലിറ്ററിയുടെ സെറ്റിൽമെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇത് അവര് പറയുന്നത്, ബ്രിട്ടീഷ് പറയുന്നത് ഒരു സേഫ്റ്റിയുടെ അല്ലെങ്കിൽ ഒരു ഡിഫൻസിന്റെ പേരിൽ മാത്രം ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വൽ ഇന്റൻഷൻ ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞ പോലെ പഞ്ചാബ് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹമുണ്ട്, അത് നമുക്കറിയാം. അങ്ങനെ ഇതൊരു കോൺഫ്ലിക്റ്റ് ആയി മാറുകയും, അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു ടെറിട്ടറിയിൽ മിലിറ്ററി പ്രസൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവല്ലോ. അങ്ങനെ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെ. പഞ്ചാബ് എന്നുള്ള സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായി, അല്ലെ, അത് ആദ്യം ഏതിന്റെ ഭാഗമായിരുന്നു, പതുക്കെ എങ്ങനെ വന്നു, അല്ലെ. ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്യാൻ അയക്കുന്നു, അതിന്റെ ഒരു ഹിസ്റ്ററി, അല്ലെ. രഞ്ജിത് സിംഗുമായി അഫ്ഗാൻ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് ഡിഡിന്റ് അലൗ ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നോക്കാം. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ 1845 ആൻഡ് 1846, അല്ലെ. അതിന്റെ റീസൺ നമുക്കറിയാം. ഇംഗ്ലീഷ് ഈ മിലിറ്ററി പ്രസൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ. അത് റാണി ജിൻഡാലിനും അല്ലെങ്കിൽ സിഖിന് തന്നെ മനസ്സിലായി, അല്ലെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെറിട്ടറിയിൽ വന്ന് പ്രസൻസ് കൂട്ടുന്ന സമയത്ത് അവിടെ ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറിൽ 5 സക്സസീവ് ബാറ്റിൽസ് വേ ഫോർട്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ദ സിഖ് ആർമി. ബ്രിട്ടീഷും സിഖും തമ്മിൽ അവിടെ യുദ്ധം ഉണ്ടായി. ദിസ് ബാറ്റിൽ വാസ് നോൺ ആസ് മഡിക്കി, ബാറ്റിൽ ഓഫ് മഡിക്കി, ഫെറോസ് ഷാ, ബദോവാൾ, ഐവാൽ ആൻഡ് സബ്രവോൺ. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ബാറ്റിൽ മാത്രം അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സിഖ് ഡെഫിനറ്റ്ലി ഇത് ലോസ് ചെയ്യുന്നു. ഓക്കെ, സിഖ് ലോസ്റ്റ് ഡെസീവ് ബാറ്റിൽ ഓഫ് സബ്രവോൺ, അല്ല, ലാസ്റ്റ് ബാറ്റിൽ ഡ്യൂ ടു ട്രീച്ചറി ഓഫ്, അല്ല, ചതി. ലാൽ സിംഗും തേജ സിംഗും ചതിച്ചു, അല്ലെ. പഞ്ചാബിന്റെ അധീനതയിൽ ഉണ്ടായിട്ടുള്ള ലാൽ സിംഗും തേജ സിംഗും ചതിച്ചു. ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ. ഈ ചതിയും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ വഞ്ചനയൊക്കെ ബ്രിട്ടീഷുകാർ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ. അത് തന്നെ ഇവിടെ അവർ റിപ്പീറ്റ് ചെയ്യുകയാണ്. ബ്രിട്ടീഷ് occupied Lahore. Lahore is the capital, അല്ലെ, and forced the Sikh to sign Treaty of Lahore. 1846 സെയിം സ്റ്റോറി സിന്ധു ആയിട്ടുള്ള, അല്ലെ. പിടിച്ചെടുക്കുന്നു, ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്യാൻ പറയുന്നു, അല്ലെ. ലാഹോർ ഇസ് ദി ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ്. അങ്ങനെ ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്യാണ്, അല്ലെ. ഗിവ് അപ്പ് ദി ഓൾ ടെറിട്ടറീസ്, 1 കോടി വാർ ഇൻഡെംനിറ്റി ആയിട്ട് കൊടുക്കണം. അപ്പോൺ ദ ഫെയിലിയർ, അല്ലെ, 1 കോടി കൊടുക്കണം. പക്ഷെ ആ 1 കോടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? കാശ്മീർ ഗുലാബ് സിംഗിന് അങ്ങ് വിട്ടു 75 ലക്ഷത്തിന്. ഇതാണ് പിന്നീട് സെക്കൻഡ് യുദ്ധത്തിനൊക്കെ കാരണമാവുന്നത്. മൈനർ ദലീപ് സിംഗ് accepted as the king with ക്യൂൻ ജിൻഡാൽ as guardian and ലാൽ സിംഗ് as വസീർ. റൈറ്റ്, ക്ലിയർ അല്ലേ? അല്ലെ, ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്യുന്നു, എല്ലാ ടെറിട്ടറീസും കൊടുക്കണം എന്ന് പറയുന്നു, 1 കോടി രൂപ ഇൻഡെംനിറ്റി ചെയ്യണമെന്ന് പറയുന്നു. അത് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഗുലാബ് സിംഗിന് കാശ്മീർ വിൽക്കുകയും 75 ലക്ഷത്തിന്, അല്ലെ, മൈനർ ദലീപ് സിംഗിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രാജാവായി. ക്യൂൻ ജിൻഡാലിനൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ സർ ഹെൻറി ലോറൻസ് ബിക്കം ദി ബ്രിട്ടീഷ് റെസിഡൻസ് അറ്റ് ലാഹോർ. ആൻഡ് രണ്ടാമത്തെ യുദ്ധത്തിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ. സിഖ് ഡിസ്ലൈക്ഡ് സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ. സിഖ് ഡിസ്ലൈക്ഡ് കാശ്മീർ സോൾഡ് ടു ഗുലാബ് സിംഗ്.
Once again, they revolted under Lal Singh, but revolt suppressed. Treaty of Bairawar. Treaties ഓർത്തിരിക്കുക. Treaty of Bairawar was signed. റാണി ജിന്ദാൽ ഗാർഡിയൻഷിപ്പ് വാസ് ക്യാൻസൽഡ് അല്ലെ. മുമ്പ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ രണ്ടാമത് യുദ്ധം നടന്നതോടുകൂടി അത് ക്യാൻസൽ ചെയ്തു. റാണി ജിന്ദാലിനെ പെൻഷൻ ആക്കി. കൗൺസിൽ ഓഫ് എറ്റ് സിഖ് ചീഫ് വിത്ത് ചെയർമാൻഷിപ്പ് ഓഫ് ബ്രിട്ടീഷ് റെസിഡന്റ് അപ്പോയിന്റഡ് decided that permanent British army will be placed at Lahore under Dalip Singh become major. അല്ലെ, ദലീപ് സിംഗിന് 18 വയസ്സാവുന്നവരെ പെർമനന്റ് ബ്രിട്ടീഷ് ആർമി ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് എറ്റ് സിഖ് ചീഫ്, ഓക്കെ, കാര്യങ്ങൾ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നു. ഡൽഹൌസിയുടെ വരവ്, ന്യൂ ഗവർണർ ജനറൽ ഡൽഹൌസി വരികയാണ്. സൂഡ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലെ, ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, ഏത് രീതിയിൽ നമുക്കിത് പിടിക്കാം. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എങ്ങനെ? 2 ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ സിഖ് ചീഫുകൾ കൂടി കൊല്ലുകയാണ്. ഹൗവർ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു. ഡൽഹൌസി സ്റ്റാർട്ട് വാർ. Murdered and other Sikh chiefs joined hand together in order to refer against the British. Dalhousie declared war and 3 battles were fought. Obviously battles ഉണ്ടായില്ല, 2 ബ്രിട്ടീഷ് മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ലെ എന്തായാലും യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. Dalhousie declared war and 3 battles were fought. Battle of Ramnagar, Battle of Chiryanwala, Battle of Gujarat. Battle of Gujarat ഓർത്തിരിക്കുക, ഫൈനൽ വാർ. Battle of ഗുജറാത്തില് സിഖ് ഫെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം 1849 പഞ്ചാബ് വാസ് അനക്സഡ്. മഹാരാജ ദലീപ് സിംഗ് വാസ് പെൻഷൻഡ് ഓഫ് ആൻഡ് ഇംഗ്ലണ്ടിലേക്ക് സെൻഡ് ഓഫ് ചെയ്തു. കോഹിനൂർ ഡയമണ്ട്, ഈ ദലീപ് സിംഗിന്റെ കോഹിനൂർ ഡയമണ്ട് എടുത്തിട്ട് അത് ബ്രിട്ടീഷ് ക്രൗണിന് സമർപ്പിച്ചു. ഇപ്പൊ പഞ്ചാബ് പ്ലേസ്ഡ് അണ്ടർ എ ചീഫ് കമ്മീഷണർ. ജോൺ ലോറൻസ് ബിക്കം ദ ഫസ്റ്റ് കമ്മീഷണർ ഓഫ് പഞ്ചാബ്. And by this, Punjabum Sikhum comes under the British. Almost all province of the India comes under the British. അല്ലെ, ഒന്നുകിൽ അനക്സേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ്. ഇതിന്റെ കൂടെ അവാദ് കൂടി ഉണ്ട് കേട്ടോ. അവാദ് വാസ് അനക്സ്ഡ് ഡ്യൂ ടു ദി മിസ് ഗവേണൻസ്. അത് നമുക്ക് പഠിക്കാം, ഓക്കെ, ടൈം ലൈനിൽ വരെ പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഇത്ര ആലോചിക്കുക. അവാദ് മിസ് ഗവേണൻസിന്റെ ബേസിൽ ഡൽഹൌസി വാജിദ് അലിയുടെ കയ്യിൽ നിന്ന് അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ് ഗവർണൻസ്. അവാദ് വാസ് അനക്സ്ഡ് ബൈ മിസ് ഗവർണൻസ്. റൈറ്റ്, ആ സ്റ്റോറി നമുക്ക് പഠിക്കാം, അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ ഇതാണ് സ്റ്റോറി. റൈറ്റ്, ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ശ്രീലക്ഷ്മി, മോസിന, ഷാരു? സാർ, നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, PhD എടുക്കാൻ നിൽക്കരുത് കേട്ടോ. PhD എടുക്കാൻ നിൽക്കരുത്. കാര്യം ഈ പോർഷനിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻ അല്ലെ 2-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പഠിത്തം ജസ്റ്റ് പറഞ്ഞാൽ മതി. സ്കെലിറ്റൻ സർ, എലൻബർഗ് ആൻഡ് ദോസ്ത് മുഹമ്മദ് ഒന്നുകൂടി പറയാമോ? ആ സ്റ്റോറി അല്ല, അഫ്ഗാൻ യുദ്ധം അല്ലേ ശ്രീലക്ഷ്മി? യെസ്, അഫ്ഗാൻ വാറായിരിക്കും. റൈറ്റ്, അതായത് ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. ബ്രിട്ടീഷ് അഫ്ഗാൻ ആക്രമിക്കുന്നുണ്ട്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ എന്തിനാണ് ആക്രമിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ബഫർ സ്റ്റേറ്റ് ടു കീപ് റഷ്യ ആൻഡ് ഫ്രഞ്ച് അവേ അല്ലെ. അപ്പോ കൂടുതൽ എക്സൈറ്റ്മെന്റിന്റെ പേരിൽ ബ്രിട്ടീഷ് ഇത് ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമണത്തിലൂടെ ബ്രിട്ടീഷുകാർ ഫസ്റ്റ് സക്സസ് ആവുന്നുണ്ടെങ്കിലും അല്ല, ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, പേരൊന്നും ഓർമ്മിക്കണ്ട ശ്രീലക്ഷ്മി, ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന റൂളറെ മാറ്റി ബ്രിട്ടീഷുകാർ ഒരു പപ്പറ്റ് റൂളറെ അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ ഇത് അവിടുത്തെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടുത്തെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഫെയിലർ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സക്സസ് ആണെങ്കിലും പിന്നീട് അതൊരു ഫെയിലർ ആയി മാറുന്നു. അപ്പൊ ബ്രിട്ടീഷിന് ഒരുപാട് നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഫസ്റ്റ് അഫ്ഗാൻ വാറിൽ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ആയി പോയിട്ടുണ്ട്. പിന്നീട് ഓക്വിലാൻഡ് മാറി എലൻബർഗ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നത്. റിഗെയിൻ ദ ഇംഗ്ലീഷ് പ്രസ്റ്റേജ് വിച്ച് വാസ് സഫേർഡ്. ഓക്കെ, എലൻബർഗ് റിഗെയിൻ ദ ഇംഗ്ലീഷ് പ്രസ്റ്റേജ് വിച്ച് വാസ് സഫേർഡ്. അങ്ങനെ അമീർസ് അല്ല, ഓസ്ട്രേലിയ യെസ്
എലൻബർഗ് ഗവർണർ ജനറൽ ആണ്. യുഎസ് ഗവർണർ ജനറൽ. ഔക്ക്ലാൻഡിനെ മാറിയിട്ട് ഔക്ക്ലാൻഡ് ഉണ്ടല്ലോ, ഔക്ക്ലാൻഡിനെ മാറിയിട്ട് എലൻബർഗ് വരുന്നു. എലൻബർഗ്. ഓക്കെ, ഒരു കാര്യം, നമുക്ക് ഇവിടുന്ന് 2, 3, 4 മാർക്കാണ് ഇവിടുന്ന് കിട്ടുക. അതുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്യാൻ പാടില്ല, PhD എടുക്കാൻ പാടില്ല. ഈ പഠിച്ചിട്ടുള്ള, നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലോജിക്കൽ അല്ലെ, നിങ്ങൾ കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യുന്നത് അല്ലെ, കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റുകൾ, സീക്വൻസ് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി. 2 മാർക്ക് നമ്മൾ ഈ പഠിച്ച ടോപ്പിക് എന്നാണ്, ഉറപ്പിച്ചോ. 2 മാർക്ക് നമ്മൾ ഈ പഠിച്ച ടോപ്പിക് എന്നാണ്. നമ്മൾ ഒരു പുതിയ ഇതിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കർണാട്ടിക് വാർ, ആംഗ്ലോ മൈസൂർ വാർ, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ, മൈസൂർ വാർ. മറാത്ത വാർ, വെരി ഇമ്പോർട്ടന്റ്, നൈസ് റിവിഷൻ. അതിന്റെ കൂടെ സിന്ധും സിഖും. സിന്ധും സിഖിന്റെ സ്റ്റോറി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അതിന്റെ ട്രീറ്റീസും ബാറ്റിൽസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ട്രീറ്റീസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് നമ്മുടെ ഈ ടോപ്പിക് കഴിഞ്ഞു അല്ലെ. ബ്രിട്ടീഷ് അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ടോപ്പിക് കൂടിയുണ്ട്, പറയാനാണെങ്കിൽ പറയാം. ബ്രിട്ടീഷുകാരെ ഞാൻ പറഞ്ഞു നേരത്തെ, ബഫർ സ്റ്റേറ്റ് അല്ലെ, ബ്രിട്ടീഷ് കൺകസ്റ്റ് ഓൺ ദി നെയ്ബറിംഗ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യുക, എന്നാലും ഇമ്പോർട്ടന്റ് അല്ല. നേപ്പാളിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെ, നേപ്പാൾ ചൈനീസ് ഇൻവേഷനുമായി ബന്ധപ്പെട്ട് ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് പിടിച്ചെടുക്കണം. ഇവിടെയുള്ള ഗോർക്കാസുമായിട്ട് ബ്രിട്ടീഷുകാർ അടിപൊളിയാവുന്നുണ്ട് അല്ലെ. ഗോർക്കാസ് ബ്രിട്ടീഷുകാരുടെ 2 ഈ പോലീസ് സ്റ്റേഷൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചു പകരമായി ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുന്നുണ്ട്. ട്രീറ്റി ഓഫ് സഗൌലി. ഓക്കെ, ട്രീറ്റി ഓഫ് സഗൌലി സൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നേപ്പാൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്നുണ്ട്. നേപ്പാളിന് ശേഷം ബർമയിലേക്ക് പോകുന്നുണ്ട്. ബർമ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബർമ. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ സ്റ്റോറി നമുക്ക് സിന്ധും പഞ്ചാബുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. നേപ്പാളും ബർമിയും പിടിച്ചടക്കുന്നുണ്ടല്ലോ. ഓക്കെ, അവിടെ ഈ ട്രീറ്റി ഓഫ് സിഗൌലി എന്നൊക്കെ പറഞ്ഞ ട്രീറ്റീസ് സൈൻ ചെയ്യുന്നുണ്ട് രാജാവായിട്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ട്രീറ്റി ഓഫ് ഗണ്ടക് യന്താബ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ആ ട്രീറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആ ട്രീറ്റീസും വർഷവും അത് ഏത് രാജ്യവുമായിട്ടാണുള്ള ട്രീറ്റീസ് ആണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഗൂഗിളിൽ അടിച്ചാൽ മതി. ഓക്കെ, കിട്ടും. അല്ലെങ്കിൽ സ്പെക്ട്രത്തിൽ. ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ്. പ്രിലിംസിനും മെയിൻസിനും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഈ ഏരിയയിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറേ ഇല്ല. അതേപോലെ തന്നെ UPSCയും ചോദിക്കാറില്ല. ജസ്റ്റ് നേപ്പാള് പിടിച്ച ട്രീറ്റ് ഏതാന്ന് ആലോചിക്കുക, ആ വർഷം ആലോചിക്കുക. അതേപോലെ തന്നെ ബർമയിലേക്ക് പോവുക, ബർമ ഏതാ ട്രീറ്റ് ആലോചിക്കുക, വർഷം ആലോചിക്കുക. അതിന്റെ ക്രോണോളജി ജസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് നേപ്പാള്, പിന്നെ ബർമയിലേക്ക് പോകുന്നു, പിന്നെ അഫ്ഗാൻ. ആ ക്രോണോളജി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് ഇനഫ്, റൈറ്റ്? ഓക്കെ, ഇതൊരു ക്രാഷ് കോഴ്സ് പോലെ ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക. ട്രീറ്റീസ് ഇമ്പോർട്ടന്റ് ആണോ അല്ലെ ഫോർ UPSC ഓൾസോ? ട്രീറ്റീസ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ PYQ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രീറ്റീസ് ആണ് ചോദിച്ചത്. ട്രീറ്റി ഓഫ് പുരന്തർ, അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് പിന്നെ ബാറ്റിൽസ് ട്രീറ്റീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടുന്ന് UPSC പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, PSCയും ചോദിക്കാറില്ല. സോ അതിലേക്ക് പോകണ്ട, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇത് നമുക്ക് ആ ട്രീറ്റീസ്, നിങ്ങൾക്ക് ഒട്ടും സമാധാനം ഇല്ലെങ്കിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് ഇങ്ങനെ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ആവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് അതേതാ വർഷം കഴിഞ്ഞിട്ടുള്ളത്, ആ ട്രീറ്റി ഏതാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതിന്റെ കൂടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്മാർട്ട് വർക്ക് ഇതൊരു ക്രാഷ് കോഴ്സ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അല്ല ചുമ്മാ ഇങ്ങനെ 5-6 മണിക്കൂറുള്ള വീഡിയോ ഇങ്ങനെ കാണാനല്ലാതെ ചോദിക്കുന്ന നോക്കി പഠിക്കുക. അതാണ് നമ്മുടെ പോളിസി, റൈറ്റ്? സോ പറഞ്ഞു കറക്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ യുദ്ധം എന്നുള്ള ഒരു വലിയ ചാപ്റ്റർ, വെരി ബോറിംഗ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ബ്രിട്ടീഷ് കൺസോളിഡേഷൻ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് കൺസോളിഡേഷൻ നമുക്കൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് വേഗം കംപ്ലീറ്റ്ലി സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ലാഗ് വരില്ല, സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ടോപ്പിക്കുകൾ. സോ നൗ നമ്മൾ വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ പോലെ വളരെ മിടുക്കോട് കൂടിയിട്ടുള്ള ഡിപ്ലോമസി, വാറ് വേണ്ടടുത്ത വാറ് എല്ലാം പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു അല്ലെ, ഇൻക്ലൂഡിങ് സിക്ക് ആൻഡ് ലാസ്റ്റ് അനക്സ് ചെയ്ത് കഴിഞ്ഞു.
So basic understanding before moving to this chapter. Transition from trading to political power അല്ലെ. ബ്രിട്ടീഷുകാർ ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. ബ്രിട്ടീഷ് ഒരു ട്രേഡിംഗ് പവർ എന്നുള്ള രീതിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു അല്ലെ. ചാർട്ടേഴ്സ് ഗ്രാൻഡഡ് ബൈ ക്യൂൻ എലിസബത്ത് ഓർമ്മയുണ്ട്. പിന്നീട് ഗ്രാജുവലി അല്ലെ അവരുടെ നെറ്റ്വർക്കുകൾ ഇൻക്രീസ് ചെയ്തു. ഇന്ത്യ മുഴുവനായിട്ടും ഗ്രാജുവലി ടെറിട്ടറീസ് പിടിച്ചു വെക്കാൻ തുടങ്ങി അല്ലെ. ഷിഫ്റ്റ് ഫ്രം കൊമേഴ്ഷ്യൽ ടു ടെറിട്ടോറിയൽ എൻറ്റിറ്റി അല്ലെ. കൊമേഴ്ഷ്യലിൽ നിന്ന് ഒരു ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുകയാണ്. ഇഷ്യൂസ് വിത്ത് ദി കമ്പനി അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഇനി എന്താണ് അല്ലെ നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക് റെഗുലേഷൻ ആക്ടും അതേപോലെ തന്നെ ആക്ടുകളുമാണ് അല്ലെ. ഇത്രയും കാലം കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇവരുടെ മുകളിൽ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നോട്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ നോട്ടത്തിലേക്ക് വരുന്ന അല്ലെ കുറച്ചും കൂടി നോട്ടത്തിലേക്ക് വരികയാണ്. അതാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ചാർട്ടേഴ്സ് ആക്ട്, റെഗുലേറ്റേഴ്സ് ആക്ട്, ചാർട്ടേഴ്സ് ആക്ട്, റെഗുലേറ്റേഴ്സ് ആക്ട്. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പൊളിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒറ്റ മിനിറ്റ്. പൊളിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സൗണ്ടിന് പ്രശ്നമില്ലല്ലോ അല്ലെ? സൗണ്ടിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, കറന്റ് നമ്മുടെ പെയ്ഡ് ചാനലിലും ഒരു ലൈവ് ക്ലാസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ലെക്ചർ 5 ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. റൈറ്റ്. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇന്റർവെൻഷൻ അല്ലെ. അപ്പൊ ഈ റെഗുലേഷൻ ആക്ട് എന്താണ്, ചാർട്ടേഴ്സ് ആക്ട് എന്താണ്, എങ്ങനെയാണ് ഈ ആക്ടുകൾ വരുന്നത്, അതിന്റെ പിറകിലുള്ള ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. ബിക്കോസ് മെയിൻസിന് യൂസ്ഫുൾ ആവും അല്ലെ. അങ്ങനെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ട്രേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ല റെഗുലേഷൻ ആക്ടിന് മുമ്പ് വരെ. റോബർട്ട് ക്ലൈവ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വലിയ കോടീശ്വരനായിട്ടാണ് പോയത്. പിന്നീട് അവിടുന്ന് ട്രയലൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ. മുമ്പ് ആദ്യ കാലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ഗവർണർമാർക്കും ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ലാഭം ഉണ്ടായിട്ടുണ്ട്. അമ്മാതിരി പ്രോഫിറ്റുമായിട്ടാണ് അവർ ഇവിടുന്ന് പോയത്. പ്രത്യേകിച്ച് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിന്റെ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. ഭയങ്കര പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോയിട്ട് അവിടുന്ന് ട്രയലൊക്കെ നേരിട്ടേണ്ടി വന്നിട്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം അല്ലെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നു അല്ലെ. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലെ. ട്രാൻസിഷൻ ഫ്രം ട്രേഡിംഗ് പവർ നിന്ന് പൊളിറ്റിക്കൽ പവർ ആവുന്നു അല്ലെ. കൊമേഴ്ഷ്യൽ ആയിട്ട് വന്നത് ടെറിട്ടോറിയൽ എൻറ്റിറ്റി ആവുന്നു അല്ലെ. പിന്നീട് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനിൽ പ്രശ്നം വരുന്നു അല്ലെ. പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്റർവൈൻ ചെയ്യുന്നു. ഈ ഇന്റർവെൻഷൻ ആണ് നമുക്ക് റെഗുലേഷൻ ആക്ട് ആയി മാറുന്നത്. മെയിൻസിൽ ചിലപ്പോൾ ചോദിക്കും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി റെഗുലേഷൻ ആക്ട് ഓഫ് 1773 അല്ലെ. ചോദിക്കും, വാട്ട് ആർ ദി റീസൺസ്, വാട്ട് ആർ ദി കോസസ് വിച്ച് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് റെഗുലേഷൻ ആക്ട് ഓഫ് 1773. ഇതാണ് ഫോർമേഷൻ. എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട്? ബൈ ദിസ് ടൈം കമ്പനി ഹാഡ് ഓൾറെഡി അക്വയർഡ് പൊളിറ്റിക്കൽ പവർ അല്ലെ. ഓൾറെഡി പൊളിറ്റിക്കൽ പവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പവർ yielding territories and become an empire in itself. British company realized that company could no longer be allowed to remain outside the ambit of the state. The dual government of the Bengal അല്ലെ. ഡുവൽ ഗവൺമെന്റ് ഓഫ് ദ ബംഗാൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെ. ഓഫ് ദ ബംഗാൾ ലീഡ് ടു റാമ്പന്റ് കറപ്ഷൻ. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള കറപ്ഷൻ ഉണ്ടാവാൻ തുടങ്ങി. ഇൻ ദി ഹോൾ സിസ്റ്റം ദ അബ്യൂസ് ഓഫ് പ്രൈവറ്റ് ട്രേഡ് റീച്ച്ഡ് ഗ്രേറ്റർ ഹൈറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റോബർട്ട് ക്ലൈവ് അല്ലെ. ഭയങ്കരമായിട്ടുള്ള കറപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്. ദിസ് അട്രാക്റ്റഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ. ഇതെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇങ്ങനെ വിട്ടാ പറ്റില്ല അല്ലെ. ഈ ബ്രിട്ടീഷ് പാർലമെന്റ്സിനേക്കാൾ കൂടി പൈസ ഇവിടുന്ന് പ്രൈവറ്റ് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കമ്പനി അതോറിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. നൗ ദ പാർലമെന്റ് സജസ്റ്റ് ദാറ്റ് ദ ക്രൗൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി കമ്പനി അല്ലെ. ക്രൗണ് ഡയറക്ട്ലി ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഇതിന്റെ പുറകെ വേറെ റീസൺസും ഉണ്ട്. അതായത് മിലിറ്ററി സെറ്റ് ബാക്ക് അല്ലെ. ഈ സമയത്താണ് മൈസൂർ വാർ നടക്കുന്നത്. ആലോചിക്കുക, മൈസൂർ വാർ അല്ലെ. ഹൈദർ അലി 1769. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡ്യൂ ടു ദി കണ്ടിന്യൂസ് വാർ അല്ലെ. മൈസൂറുമായിട്ടൊക്കെ കണ്ടിന്യൂസ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ആസ് വെൽ ആസ് അല്ലെ കമ്പനിയുടെ യുദ്ധം കൊണ്ടുള്ള ക്രൈസിസ് കാര്യങ്ങൾ അല്ലെ. ഫണ്ട് കിട്ടുന്നില്ല. ആസ് വെൽ ആസ് ദ ബംഗാൾ ഫെമിനൈൻ അല്ലെ. അറൌണ്ട് 10 മില്യൺ പേര് വെച്ചിട്ടുള്ള ബംഗാൾ ഫെമൈൻ അല്ലെ. ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ എന്താണ്?
ബ്രിട്ടീഷ് മിസ്മാനേജ്മെന്റ് ആണ് അല്ലെ, കമ്പനിയുടെ മിസ്മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് റീസൺസ്. ഈ റീസൺസ് ഒക്കെ കൂടിയിട്ട് ഫസ്റ്റ് ആയിട്ട് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്യുകയാണ്. ഓക്കെ, റെഗുലേഷൻ ആക്ട് ഓഫ് 1773. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു സീക്വൻസ് കിട്ടുന്നുണ്ടല്ലോ അല്ലെ, എങ്ങനെയാണ് റെഗുലേഷൻ ആക്ടിലേക്ക് എത്തിപ്പെട്ടത്, ഏത് രീതിയിലാണ് റെഗുലേഷൻ ആക്ടിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി റെഗുലേഷൻ ആക്ട് അല്ലെ, വിച്ച് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ദി റെഗുലേഷൻ ആക്ട് ഓഫ് 1773 എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും അല്ലെ. 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വരെ എഴുതാൻ പറ്റും. എയിം വാസ് ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി ഇൻ ബോത്ത് ഇന്ത്യ ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ ഇത്രയും നേരം കഥ പോലെ പറയാണ് കാര്യങ്ങൾ അല്ലെ. ബ്രിട്ടീഷിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ട്രക്ചർ എന്താണ്? ക്യൂൻ എലിസബത്ത് അല്ലെ, ഏറ്റവും മുകളിൽ ക്യൂൻ എലിസബത്ത്. അതിന്റെ താഴെയില് ജനറൽ കോർട്ട്. ഓക്കെ, ജനറൽ കോർട്ടാണ്, ജനറൽ കോർട്ട് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഇംഗ്ലണ്ട്. അതിന് താഴെയില് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, നിങ്ങൾ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമായിരിക്കും കേട്ടിട്ടുണ്ടാവുക അല്ലെ, ജനറൽ കോർട്ട് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടിട്ടുണ്ടാവില്ല. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ താഴെയാണ് ഗവർണർസ് വരുന്നത്. ഓക്കെ, ബംഗാൾ ഗവർണർ വരുന്നു. ബംഗാൾ ഗവർണറിന്റെ കീഴിലാണ് മദ്രാസും അതേപോലെ തന്നെ ബോംബെയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ, ബേസിക് ആണ്. ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ ഡയറക്റ്റ് പാർലമെന്ററി കൺട്രോൾ ഓവർ ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെ, റെഗുലേഷൻ ആക്ട് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്, കുറച്ചും കൂടിയും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലേക്ക് വരാൻ വേണ്ടിട്ട് അല്ലെ. ആൻഡ് നൗ the court of directors had to report all civil, military, revenue matters of the Bengal to the British government. ഇപ്പൊ എന്താണ്? എല്ലാം റിപ്പോർട്ട് ചെയ്യണം അല്ലെ, കുറച്ചുകൂടിയും സർവൈലൻസസ് കൊണ്ടുവന്നു. പ്രോഹിബിറ്റഡ് പ്രൈവറ്റ് ക്രൈം അവർ ചെയ്യുന്ന റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് എ മിനിറ്റ്. റെഗുലേഷൻ ആക്ട് 1773. ജസ്റ്റ് ഒരു ബ്രോഡ് ഐഡിയ തരാണ് കേട്ടോ, ഇത് എന്താന്നുള്ളത് പലർക്കും അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. പിന്നീടുള്ളത് 1813 ആക്ട് അല്ല, നിങ്ങൾ പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. 1833 ചാർട്ടേഴ്സ് ആക്ട് അല്ലെ, റെഗുലേഷൻ മാറി ചാർട്ടേഴ്സ് ആക്ട് ആയി, ചാർട്ടേഴ്സ് ആക്ട്. പിന്നീട് അവസാനമുള്ള 1853 ഒരു ചാർട്ടേഴ്സ് ആക്ട് അല്ലെ. ഇതാണ് ഒരു ക്രോണോളജി എന്ന് പറയുന്നത് അല്ലെ. സോ ഈ സമയം ഈ റെഗുലേഷൻ ആക്ട് വരുന്നതോടുകൂടി നമ്മളിപ്പോ പഠിച്ചു അല്ലെ, ഇവിടെ എന്താണ്? സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ആയി അല്ലെ, കമ്പനിയെ ഒന്നുകൂടി വരച്ച വരയിൽ നിർത്തിക്കാൻ തുടങ്ങി. സെൻട്രലൈസേഷൻ സ്റ്റാർട്ടഡ് അല്ലെ. ഗവർണർ ഓഫ് ബംഗാളിന് എന്ത് ചെയ്തു അല്ലെ, മുകളിലേക്ക് കൊണ്ടുവന്നു. മദ്രാസും ബോംബെയും ഇതിന്റെ അധീനതയിലാക്കി. അതേപോലെ തന്നെ റെഗുലേഷൻ ആക്ട് പ്രകാരം കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ബേസിക്കലി ഈ കമ്പനിയെ ഒന്ന് അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് അല്ലെ, ഈ ബ്രൈവും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് 1813 ആവുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് ബ്രിട്ടീഷ് വരുന്നത് അല്ലെ, കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് വരുന്നത്. പിന്നീട് ഇങ്ങനെ കാലം കഴിയുന്തോറും കൊമേഴ്ഷ്യൽ പർപ്പസ് മാറി പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുന്നുണ്ട്. ഇതും നമുക്കറിയാം. ഈ മാറ്റത്തിലെ കാര്യങ്ങളാണ് ഈ ചാർട്ടേഴ്സ് ആക്ടിൽ പലതും നമുക്ക് കാണാൻ പറ്റുക. ബേസിക് മനസ്സിലാക്കുക. ഓക്കെ, ഇത് പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. ഓക്കെ, പേയ്മെന്റ് അല്ലെ, കൊമേഴ്ഷ്യൽ പർപ്പസിൽ നിന്ന് പിന്നീട് കാലം കഴിയുന്നതോറും ഓരോരോ ചാർട്ടർ ആക്ട് വരുന്നതോറും ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിലെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ബേസിക്കലി എക്സ്ക്ലൂസീവ് റൈറ്റ് അല്ലെ, എൻറ്റർ ദ ട്രേഡ് മൊണോപ്പൊളി അല്ലെ, ട്രേഡ് മൊണോപ്പൊളി എൻഡ് ചെയ്തു അല്ലെ. ബ്രിട്ടീഷ് കമ്പനി എന്ത് ചെയ്തു? ട്രേഡ് മൊണോപ്പൊളി എൻഡ് ചെയ്തു, എക്സെപ്റ്റ് ഫ്രീ ട്രേഡ്
ട്രേഡ് മൊണോപ്പൊളി അല്ലെ? അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പഠിക്കാം അല്ലെ. ട്രേഡ് മൊണോപ്പൊളി എന്ത് ചെയ്യുന്നു അല്ലെ, ബ്രിട്ടീഷുകാർ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സാധനം നിർത്തി. പിന്നീട് 1833 സമയത്ത് എന്താണ്, കമ്പനിയോട് ആസ്ക്ഡ് ടു വൈൻഡ് അപ്പ്, ഓക്കെ, ആസ്ക്ഡ് ടു വൈൻഡ് അപ്പ് ഇറ്റ്സ് കൊമേഴ്ഷ്യൽ ബിസിനസ് ആസ് സൂൺ ആസ് പോസിബിൾ. കൊമേഴ്ഷ്യൽ ബിസിനസ് ആസ് സൂൺ ആസ് പോസിബിൾ. കാര്യം എന്താണ്, ഒരു പൊളിറ്റിക്കൽ അല്ലെ, ഒരു ഭരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറേണ്ട രീതിയിലാണ് അല്ലെ. 1853 ആവുമ്പോഴേക്ക് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വരുന്നതും അല്ലെ, ഇതൊക്കെ ഇതിന് പിറകിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ അല്ലെ, ക്ലിയർ ആണല്ലോ? കൊമേഴ്ഷ്യൽ ബോഡിയിൽ നിന്ന് പതുക്കെ പൊളിറ്റിക്കൽ ബോഡിയിലേക്ക് മാറുകയാണ് ഗ്രാജുവലി. ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ഈ ചാർട്ടേഴ്സ് ആക്ടിലൊക്കെ കാണാൻ പറ്റുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അല്ലെ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാർട്ടേഴ്സ് ആക്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത്ര മതി. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ലെക്ചർ 4 സേവ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇനി നമുക്കുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചാർട്ടേഴ്സ് ആക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് അങ്ങനെ 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 കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇനി ഒരു 2, 3, 4 ക്ലാസിന്റെ ഉള്ളിൽ മോഡേൺ ഹിസ്റ്ററി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോഷ്യോ റിലീജിയസ് റിഫോംസ് ബോഡി പലത്, പിന്നെ ട്രൈബൽ, അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇന്ന് ഇത്ര മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. 2 minutes. ആൻഡ് ഫൈനലി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഓക്കെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എത്ര പേരെ ലൈവ് കാണുന്നത് നോക്കൂ. ആൻഡ് ലൈവ് കാണുന്നവരോട് ഓക്കെ, യു ഗൈസ് ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവാ, ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ടാവും. 2-3 ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അത് നമുക്ക് പേപ്പറിലേക്ക് കൊണ്ടുവരണം. റൈറ്റ്. സോ ഇന്നത്ര മതി. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, എന്റെ ഐഡിയ അറിയാലോ, UPSC KS ടെലിഗ്രാമില് UPSC KS 2024 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഐഡി കിട്ടും, അജ്മൽ മിയാൻ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, ഡിഫറെന്റ് അതർ എക്സ്പാൻഷനും കാര്യങ്ങളും നോക്കാം. അതേപോലെ തന്നെ ഒരു ഹോംവർക്ക് കൂടി, ഈ പ്രൊവിൻസസിന്റെ ഫസ്റ്റ് റൂളേഴ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് സിഖ് എടുത്തു കഴിഞ്ഞാല് അല്ലെ, സർദാർ സിംഗ് അല്ലെ, രഞ്ജിത്ത് സിംഗ്. മറാത്താസിന്റെ എടുത്തു കഴിഞ്ഞാല് ശിവജി അല്ലെ. ഇവരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം റീഡ് ചെയ്യാം. ഫസ്റ്റ് റൂളേഴ്സിന്റെ. ഓക്കെ, ഇത് മാത്രം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ശിവജിയുടെ അഷ്ടപ്രധാന് 8 പിന്നെ മെമ്പേഴ്സ് റൂൾ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. പിന്നെ റീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എന്താന്ന് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഇത്ര മതി, വൈകിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. സോ കണ്ടിന്യൂ ലേണിംഗ്, കീപ് സ്റ്റഡി, ബൈ.